ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെയധികം ഡിഫിക്കൽട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. ഇന്നും നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട്. പലരും സങ്കടം പറഞ്ഞു, സാർ ഒരു പ്രീമിയം അപ്രീസിയേഷനും ഇല്ല, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുള്ളതല്ലാതെ പ്രീമിയത്തിനകത്തിൽ യാതൊരു അപ്രീസിയേഷനും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് വിക്സ് നോക്കിക്കഴിഞ്ഞാൽ, വിക്സിൻ്റെ ഞാൻ ഇൻഡെക്സ് ഒന്ന് എടുക്കാം. ഇന്നത്തെ ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊരു മേജർ ലെവലാണ്. ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന മേജർ ലെവലാണ്. ഓക്കെ, ഇത് ഏറ്റവും ബോട്ടമാണ്. ആ ബോട്ടത്തിനും താഴെ പോയി ഇന്ന് നമ്മുടെ വിക്സ് 9.8 ആയി. അതാണ് നിങ്ങൾക്ക് പ്രീമിയത്തിനകത്തിൽ അപ്രീസിയേഷൻ ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വിക്സ് വളരെ ലോയാണ്. അപ്പം വിക്സ് വളരെ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും നിങ്ങൾക്ക് മേലോട്ട് 10 പോയിൻ്റ് കയറിയാലും 5 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടടുത്ത് 2 പോയിൻ്റ്, 1.5 പോയിൻ്റ്, 2 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പം വിക്സിൻ്റെ പ്രശ്നങ്ങളാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ വിക്സ് ഇതിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രീമിയം അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ആ മിടുക്കന്മാരെ എനിക്കൊന്ന് കാണാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള മാർക്കറ്റിലും നിങ്ങൾ ന്യായം പാലിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എം റിയലി അപ്രീഷിയേറ്റ് യു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് മാർക്കറ്റായിരുന്നു. ഇന്ന് പലർക്കും SL അടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ, അത് നമുക്ക് ആദ്യം മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് രാവിലെ ഞാൻ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ. ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്കായിരിക്കും. ഇന്ന് രാവിലെ ഞാൻ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞു, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്ത ശേഷം എനിക്ക് മുകളിലോട്ട് പോകാനാണ് സാധ്യത. എൻ്റെ ഒരു നിഗമനം മാർക്കറ്റൊന്ന് മുകളിലോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം, ആരൊക്കെയെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, ഇല്ലേ? അതിനുശേഷം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് 876, 935 ഈ 2 ലെവലിൽ എവിടെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, അല്ലേ? ഇന്ന് രാവിലെ നിങ്ങൾക്ക് ന്യായമായി പ്രോഫിറ്റ് ഹോൾഡ് ചെയ്തവർക്ക് ന്യായമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, എവിടെയാണ് നമ്മുടെ പോയിൻറ്റ് 25,935 ഓൾമോസ്റ്റ് അടുത്ത് 5 പോയിൻറ്റിന് അകലെ വെച്ചാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു ഫോള് കിട്ടി. ആ ഫോൾ, പക്ഷേ ഇവിടെ നമുക്കൊരു എൻട്രി ഇല്ല, എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. ഇവിടെയൊക്കെ റിസ്കി ട്രേഡേഴ്സിന് മാത്രമേ എൻട്രി ഉള്ളൂ, കണ്ണു അടച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രൈസ് ആക്ഷൻ ലെവലിൽ നമുക്കിവിടെ ഒരു ട്രേഡ് ഇല്ല, ഉണ്ടോ? ഇല്ല. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ഫോൾ കിട്ടി. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇതും ഫോളോ ചെയ്തു. ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. ഈ എൻട്രിയിൽ നിന്ന് നമുക്ക് എടുക്കാനൊന്നും പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എൻ്റെ തള്ളിന് വേണ്ടി വേണമെങ്കിൽ എനിക്ക് പറയാം, അതുകൊണ്ട് ഇവിടെ റിജക്ഷൻ എല്ലാം എടുക്കാമെന്ന് പറയാം. പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റുകയില്ല. ഓക്കെ, അതിനുശേഷം നല്ലൊരു ഫോൾ കിട്ടി, മാർക്കറ്റ് ഇങ്ങനെ വന്നു. ഇവിടെ നിങ്ങൾ പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് SL അടിച്ച് നിങ്ങളുടെ, കാരണം ഇത് പ്രൈസ് ആക്ഷൻ പ്രകാരം മാർക്കറ്റ് താഴെ വന്നു, റിജക്റ്റ് ചെയ്തു, വീണ്ടും ഇവിടുന്ന് റിജക്ഷൻ കണ്ടു. അപ്പോൾ ഒരു കൺഫർമേഷൻ, അടുത്തൊരു 5 മിനിറ്റിൻ്റെ ഈ ക്യാൻഡിൽ നമുക്ക് ഇതിനെ മുകളിൽ കിട്ടി. ഒരു റിജക്ഷനുമാണ്, ഗ്രീൻ ക്യാൻഡിലുമാണ്. വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് എടുക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ SL അടിച്ചു. ഇവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലും 70%, 80% ബോഡി ഇല്ല എങ്കിൽ തന്നെ പ്രീവിയസ് ക്യാൻഡിൽ റിജക്ഷൻ, അടുത്ത ക്യാൻഡിൽ റിജക്ഷൻ, അങ്ങനെ ഈ ക്യാൻഡിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ട്രേഡ് അവിടെ എടുക്കും. അതിന് ആരെ കുറ്റം പറയാൻ പറ്റത്തില്ല റിയലി. പക്ഷേങ്കിൽ അവരുടെ SL അടിച്ചു, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. SL ആണല്ലോ നമ്മുടെ രക്ഷ. SL അടിച്ചെങ്കിൽ മാറി നിൽക്കാന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് ആടിക്കളിച്ച് വീണ്ടും പോയി. ഇവിടെ വീണ്ടും തിരിച്ച് ഇതേ പോയിന്റ് തന്നെ റീടെസ്റ്റ് ചെയ്യാൻ വന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതേ സംഭവം, ഇതുപോലെ തന്നെ ഒരു ക്യാൻഡിൽ ഇവിടെ റിജക്ഷൻ ക്യാൻഡിലുണ്ടായി. ആ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് അത്യാവശ്യം ന്യായമായിട്ടുള്ള പ്രോഫിറ്റ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഹൈ റിസ്കി ട്രേഡാണ്. നമുക്കൊരു പ്രോപ്പർ എൻട്രി ഇല്ല. നമ്മൾ ചുമ്മാ അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ കൊണ്ട് പറയുന്നതും റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ചുമ്മാ തള്ളിന് വേണ്ടി പറഞ്ഞിരുന്നത് യാതൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റിയൽ എൻട്രി എടുക്കാനുള്ളൊരു അവസരം നമുക്കില്ലായിരുന്നു. പിന്നെ ഒരു എൻട്രി എടുക്കാനുള്ള അവസരം ഞാൻ ഇവിടെ താഴെയായിരുന്നു. മാർക്കറ്റിന് താഴെ വന്നതിന് ശേഷം 25,780 മുതൽ വന്ന് സപ്പോർട്ട് എടുത്ത്, അല്ലേ? നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇവിടുന്നോ ഒക്കെ ട്രേഡ് എടുത്താൽ ന്യായം ബുക്ക് ചെയ്തവർക്ക് 10 പോയിൻ്റ്, 15 പോയിൻ്റ് ന്യായം ബുക്ക് ചെയ്തവർക്ക് ഇവിടെയൊക്കെ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തവർ എനിക്ക് ഒരു പ്രോഫിറ്റ്, എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഇവിടെ ഞങ്ങൾ എടുത്തൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് പറയാം. പക്ഷേ അവരൊക്കെ ബുക്ക് ചെയ്ത് 1000 രൂപ, 1200 രൂപയാണ്. പക്ഷേ അങ്ങനെ സംയമനമുള്ളവർക്ക് ഇവിടെ ട്രേഡ് കിട്ടി കാണും. പക്ഷേ ഞാൻ ഒരു വാദങ്ങൾക്കും വരുന്നില്ല, ഒരു
തർക്കങ്ങൾക്കും വരുന്നില്ല. നിങ്ങൾ ട്രേഡ് ചെയ്തില്ലെങ്കിൽ മാറി ഇന്നവരെ ഞാൻ നമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, മാർക്കറ്റ് ഇന്ന് ആക്ച്വലി ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ വോയിസ് ഇട്ടായിരുന്നു, ഇതിന് താഴോട്ട് മാർക്കറ്റ് പോകാൻ എനിക്ക് ഒരു വ്യൂ ഇല്ല. ഇതിന് താഴോട്ട് എനിക്കൊരു വ്യൂ ഇല്ല. മാർക്കറ്റ് ഇതിന് താഴോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ് എന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി, അല്ല മുകളിൽ പോയി ക്ലോസ് ചെയ്തു. അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷേ ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ഏകദേശം നമ്മുടെ നാട്ടിലെ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം വീക്ഷിച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഗ്രീനിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എല്ലാം ഗ്രീനിലായിരുന്നു, ഓപ്പൺ ചെയ്തതും ഗ്രീനിലായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഡൗ ജോൺസും നാസ്ഡാക്ക് ഫ്യൂച്ചറും എല്ലാവരും ഗ്രീനിലാണ്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, ഈ പറയുന്ന റേറ്റ് ഹൈക്ക് വരുന്ന ജപ്പാൻ വരെയും ക്ലോസ് ചെയ്തത് ഗ്രീനിലാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നെഗറ്റീവ് ടെറിട്ടറി നിൽക്കുന്നു എന്ന് പറയുമ്പം നമുക്ക് അവിടെ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ടും ഇതൊരു ഓപ്പറേറ്റർ പ്ലേ ആണ്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി ഒരു ഓപ്പറേറ്റർ പ്ലേ എന്ന് തന്നെ പറയായിരുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി, കാരണം ഇന്ന് നാളെ സെൻസെക്സിന് എക്സ്പയറി ആണ്, മാക്സിമം പ്രീമിയം ഒരുക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വിക്സ് കുറഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്ന്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ ഡേറ്റ വന്നിട്ടുണ്ട്. ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ വന്നിട്ടുണ്ടെന്ന് 1 മിനിറ്റ് നോക്കിക്കോട്ടെ. ഇന്നത്തെ ഡേറ്റ വന്നിട്ടുണ്ട്. അത് നോക്കിക്കേ, ഇന്നത്തെ ഡേറ്റ ഇത് കണ്ടോ? ഇന്നലെ 91 ഇന്ന് അവന്മാർ 92% ഷോർട്ട് പൊസിഷനാണ്. 92% ഷോർട്ട് പൊസിഷൻ. അപ്പോൾ തന്നെ റീറ്റെയിലേഴ്സ് 70% ലോങ് ആണ്, DAXും 70% ലോങ് ആണ്, പ്രോയും 57% ലോങ് ആണ്. ഇവന്മാർ മാത്രം ഷോർട്ട്. ഇത് എന്താണെന്ന് ഇതിൻ്റെ പിന്നിലെ കളികൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനും അറിയത്തില്ല. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് വാച്ച് ചെയ്യാം. എന്തായാലും ഗ്ലോബലി ഇപ്പം നിലവിൽ US മാർക്കറ്റും US ഫ്യൂച്ചറും പിന്നെ നാസ്ഡാക്ക് ഫ്യൂച്ചറും എല്ലാം ഗ്രീനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്ത് സംഭവിക്കുന്നുള്ളത് നാളെ നമുക്ക് കണ്ടറിയണം. എന്തായാലും മാർക്കറ്റിൽ എൻ്റെ ഒരു വ്യൂ പ്രകാരം മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ് നിലവിലുള്ളത്. ഈ FIS 92% ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇതിനവർക്ക് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ചിലപ്പോൾ കാണാം. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഹ്യൂജ് സെൽ ഓഫ് കാണിച്ചതിന് ശേഷം എന്തെങ്കിലും തരികിട പരിപാടി കാണിക്കാനാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം ഇവന്മാർക്ക് അവരുടെ കയ്യിൽ ധാരാളം കാശുണ്ട്, അവർക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാൻ പറ്റും, ഇല്ല. ഇപ്പോൾ ഇത് ഫ്യൂച്ചറിൻ്റെ ഷോർട്ട് പൊസിഷനാണ് ഈ കാണുന്നത്. ഈ ഫ്യൂച്ചറിൻ്റെ ഷോർട്ട് പൊസിഷൻ വെച്ചിട്ട് ഈ ഷോർട്ട് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേസമയം താഴെ നിന്നവർക്ക് PE റൈറ്റ് ചെയ്താൽ മതിയല്ലോ, ഓപ്ഷനിൽ PE റൈറ്റ് ചെയ്താൽ മതിയല്ലോ, ഇല്ലേ? അവർക്ക് ലാഭം കിട്ടത്തില്ലേ? അപ്പോൾ അവർക്ക് പല സ്ട്രാറ്റജികളുണ്ട്. ആ സ്ട്രാറ്റജികളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കയ്യും കാലും കണ്ണൊന്നും എത്തത്തില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് തല പോയിക്കേണ്ട കാര്യമില്ല, അത് വിട്ടുകളാം. നാളത്തെ ലെവലിൽ ഇപ്പോഴത്തെ സ്ട്രക്ചർ അനുസരിച്ച് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് വീണ്ടും ഇവിടെ ഇതിനകത്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 25,776-നും 836-നും ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇന്നലത്തെ ഓപ്പണിംഗ് റേഞ്ച്, അല്ലെങ്കിൽ ഈ 25,950 നമുക്ക് ഇനി ആവശ്യമില്ല, കാരണം ഇത് ഓപ്പണിംഗ് റേഞ്ചാണ്. 25,935 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ്, ഒരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് മാർക്കറ്റിലുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. 935 ബ്രേക്ക് ചെയ്യണം, ഒരു ബുള്ളിഷ് മൊമെൻറ്റ്. ചിലപ്പം ഒരു പക്ഷേ ഇവിടം വരെ എത്തിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നേരെ ഇവിടുന്ന് റിജക്ഷൻ വന്നതുണ്ടോ, ഇതുപോലെ തന്നെ ഇവിടുന്ന് റിജക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയാൽ ഇവിടെ എന്ത് സംഭവിക്കാൻ നോക്കുക. ഈ 25,935 എന്ത് സംഭവിക്കുന്നത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അവിടെ നിന്ന് താഴോട്ടോ മുകളിലോട്ടോ ട്രേഡ് നോക്കുക. ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടും. ഇപ്പോൾ സപ്പോസ് ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് കയറി ഈ 25,776 വരെ പോയതിന് ശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുമെന്ന് നോക്കുക. അല്ല ഇതിൻ്റെ മുകളിൽ പോയെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുമെന്ന് നോക്കുക. അല്ല ഇവിടെ വന്നിട്ട് റിജക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പം മാർക്കറ്റിൻ്റെ അന്നേരത്തെ സെൻറ്റിമെൻറ്റ്സ് പോലെ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അല്ലാതെ കൃത്യമായി നമുക്ക് ഇന്നിടത്തുനിന്ന് ഇങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും മാർക്കറ്റിന് ഒരു ബുള്ളിഷ് സെറ്റപ്പ്, ഒരു ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 935 മുകളിലോട്ട് പോകണം.
അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് അപ്സൈഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക. 836, 876 ഓക്കെ. ഇല്ല 783 ഇന്നത്തെ സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് ഫോൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നാളെ രാവിലെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി ഗ്രൂപ്പിൽ വോയിസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാര്യം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 26.011 കടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് റാലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ 26.011 കടന്നു കഴിഞ്ഞാൽ 26,100 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ നമ്മുടെ ട്രേഡ് ഡീൽ ഏത് നിമിഷവും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തിക്കുകയാണ്. അപ്പം അറ്റ്ലീസ്റ്റ് 25% എങ്കിലും പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് താരിഫ് ഫൈൻ അടിച്ചേക്കുന്നില്ലേ, അത് ആ 25% പിൻവലിച്ചാൽ തന്നെ പിറ്റേ ദിവസം ഹ്യൂജ് ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഓൾമോസ്റ്റ് ആയി. ചെറിയ ഫൈനൽ ടച്ചപ്സിൽ മാത്രമേ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഏത് നിമിഷവും വരാം. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യുന്നവർ. ഓക്കെ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയോട് ജസ്റ്റ് നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ നമ്മൾ ഒന്നും പറയാനില്ല. നമ്മുടെ ഈ പറഞ്ഞ റേഞ്ചിനകത്ത് തന്നെയാണ്. എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഉള്ളൂ. ഇവിടുന്ന് മേലോട്ട് 59.040 ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട്, 58,759 ബ്രേക്ക് ചെയ്താൽ താഴോട്ട്. അല്ല പ്രത്യേകിച്ച് പറയാനില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. മിഡ് ക്യാപ്പാണ് നമുക്ക് പറയാനുള്ളത്. മിഡ് ക്യാപ്പ് ഭീകരമായിട്ട് പൊട്ടി, ഒരു മര്യാദയില്ലാതെ പൊട്ടി. ഇന്നലെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടായിരുന്നു, അതുകൂടെ കിടപ്പുണ്ടോ അല്ലേ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമേഷൻ കിട്ടി, കറക്റ്റ് പോയി ടെസ്റ്റ് ചെയ്തു. നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തു, നമ്മുടെ 13,783 ടച്ച് ചെയ്ത് നേരെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു അല്ലേ. നോക്കി എന്ത് ക്ലിയർ അല്ലേ. റിവേഴ്സ് ചെയ്ത് നേരെ പോരുന്നു കൃത്യമായി. ഇത് മേജർ സപ്പോർട്ടാണ്. 13,644 എന്ന് പറയുന്നത് മേജർ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ റീബൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 13,830 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടം വരെ പറക്കും. 800 നാളെ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം പറക്കുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത് സൂക്ഷിക്കുക. അല്ല ഇതിന് താഴെ പോയാൽ അടുത്ത ലെവലിലൂടെ കിടപ്പുണ്ട് 13,554. ഓക്കെ. അപ്പോൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇത് മേജർ സപ്പോർട്ടാണ്. ഇവിടുന്ന് ബുള്ളിഷ് സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കും. 753, 830 ഒക്കെ എത്താൻ വളരെ സിമ്പിളാണ്. പടപടാന്ന് എത്തും. ഓക്കെ. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടു വേണം മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ബാക്കി നാളെ രാവിലെ ഗ്രൂപ്പിൽ വിശദമായിട്ട് പറയാം. ഓക്കെ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.